നമ്മൾ പോകുന്നത് വേലിക്കകത്ത് വസതിയിലേക്കാണ്. അവിടെ ഹാഷ്മി താജ് ഇബ്രാഹിമുണ്ട്. നേരത്തെ ഹാഷ്മി പറഞ്ഞത് കിലോമീറ്ററുകളോളം ദൂരത്തിൽ അവിടെയും വലിയ ക്യൂ കാണുന്നുണ്ട്. അതിൽ കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു പ്രവർത്തകനൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടും കാസർഗോഡും കണ്ണൂരും ഒക്കെ നിന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്നും ആളുകൾ എത്തുന്നു എന്നതാണ്. പക്ഷേ അവിടെയൊക്കെ എത്രത്തോളം സൗകര്യമുണ്ട് എന്നൊന്നും അറിയില്ല. നേരത്തെ പാർട്ടി പറഞ്ഞത് അങ്ങോട്ടേക്ക് അധികം ആളുകൾ വരാതിരിക്കുന്നതാണ് നല്ലത്, എല്ലാവർക്കും റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആളുകൾ VS-ന്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഏറെ വൈകാതെ പുന്നപ്പുറയിലെ വീട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാം, ഇവിടെ മുതൽ അങ്ങ് ബൈപ്പാസ് വരെ ഏറെ ദൂരം VS-ന് ഒരു നോക്ക് കാണാനുള്ള നീണ്ട ക്യൂ ആണ്. അത് ഇന്നലെ രാത്രി മുതൽ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ വരി നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ VS-ന് ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തി നിൽക്കുകയാണ്. അത് ഇവിടെ വലിയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ റോഡിന്റെ ഈ വശവും അവിടെ ഇരിക്കുന്നു. തബിനീഷ് കോടിയേരി, VS പിന്നെ പറഞ്ഞു ആയിക്കോട്ടെ കേട്ടോ. ഗിരീഷ് കോടിയുടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ മലമ്പുഴയിൽ നിന്നും പാലക്കാട് നിന്നും അടക്കം നൂറുകണക്കിനായ പ്രവർത്തകർ VS-ന് അനുഭാവികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി VS-ന് അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അക്ഷമയോടുകൂടി തന്നെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇതിനുള്ളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. ഇതിനുള്ളിലെ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള എല്ലാവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഇങ്ങോട്ടേക്ക് വലിയ ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ മേഖലയുടെ ഒരു ചെറിയ പ്രദേശമാണ് അനുജ. ആ ചെറിയ പ്രദേശത്തിന്റെ കപ്പാസിറ്റിക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ തിരക്ക് ഇതിനോടകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. രണ്ട് സൈഡിലും ഇതിന് രണ്ട് വരികൾ, ഈ വീടിന്റെ വാതിലിലേക്കുള്ള രണ്ട് നിരകളിൽ രണ്ട് ക്യൂ ആയി രൂപപ്പെട്ടിരിക്കുന്നു. രണ്ട് ക്യൂവും ഒരു 3-4 നിരയിലുള്ള ക്യൂകളാണ്. ഒരു വലിയ ജനാരവം ഒരുപക്ഷെ കൃത്യമായ നിയന്ത്രണത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു വലിയ ജനസംഖ്യ, വലിയൊരാൾക്കൂട്ടമായി മാറേണ്ട ഒന്നാണ്. ഇത് ഇവിടെ മുതൽ ബൈപ്പാസ് വരെ അങ്ങനെ നീണ്ടു പോൽക്കുന്നുണ്ട്. VS-ഉം ആലപ്പുഴയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. VS-ലെ രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അത് എന്താണ് അത്രത്തോളം കാരിരുമ്പിന്റെ കരുത്തുള്ള രാഷ്ട്രീയ നേതാവാക്കുന്നതിൽ ഈ നാടിനുള്ള പങ്ക്, അത് വളരെ വലിയ പങ്കാണ് ഈ നാടിനുള്ള പങ്കുള്ളത്. അത് പാർട്ടിക്കകത്തും പുറത്തും, ഇനി പാർട്ടിക്കകത്തെ ഈ പറയുന്ന വിഭാഗീയതയുടെ കാലത്തൊക്കെ VS-ന് അങ്ങേയറ്റം കരുത്തായെന്നൊരു നാട് കൂടിയാണിത്. VS-ന് ഒരുപാട് ഇഷ്ടക്കാരുള്ള, ഒരുപാട് സ്നേഹക്കാരുള്ള, അനുഭാവികളും പ്രവർത്തകരുമുള്ള ഒരു നാടാണ് ഈ നാട്. ഈ നാട്ടിൽ ഈ ക്യൂ ഇതങ്ങനെ ഈ നാട്ടുകാർ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, മലമ്പുഴയിൽ നിന്നും പാലക്കാട് നിന്നും അടക്കമെത്തിയ VS എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഒക്കെ എത്തിയ, അല്ലെങ്കിൽ ഈ വിലാപയാത്രയിൽ VS-ന് നോക്ക് കാണാൻ കഴിയാത്ത മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് AKG സെന്ററിൽ 3:10 വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പാതിരാത്രി AKG സെന്ററിന് മുന്നിലേക്ക് തടിച്ചുകൂടിയെത്ത ജനാരവം പോലെ ഇന്നലെ ദർബാർ ഹാളിൽ രാവിലെ മുതൽ 9 മണി മുതൽ 2 മണി വരെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ നൂറ് കണക്കിന് മനുഷ്യരെ പോലെ. അതിനുശേഷം ഈ വിലാപയാത്രയിൽ നമ്മൾ കാണുന്ന ദർബാർ ഹാൾ തൊട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന ആലപ്പുഴയിലേക്ക് കടന്നു നിൽക്കുന്ന വിലാപയാത്രയിൽ നമ്മൾ കാണുന്ന ഈ വഴികളിലൊക്കെ ആയിരക്കണക്കിനായ മനുഷ്യർ VS-നെ ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കാനും കണ്ണേകരളെ VS-എ എന്ന് അഭിസംബോധന ചെയ്യാനും തടിച്ചുകൂടി നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് VS-ന്റെ ഇവിടുത്തെ വീട്ടിലും നമ്മൾ കാണുന്നത്. അങ്ങനെ നൂറ് മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ ക്രമീകരണം ഒരുക്കാൻ നന്നേ പോലീസ് കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇതൊരു അങ്ങനെ വലിയ വീതിയുള്ളൊരു വഴിയല്ല. ഈ വഴിയുടെ ഒരു വശത്തേക്ക് ഇതുവഴി ഗതാഗതം പോകുന്ന റോഡാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രവർത്തകരെ. ഇവർ രാവിലെ മുതൽ തന്നെ ചേട്ടാ എപ്പോ വന്നതാ? രാവിലെ 5:00 വന്നതാ. ഇവിടെ ഇരിക്കുക ക്യൂലാണ്. കൊടുത്തിട്ടേ പോകൂ. ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. പാലക്കാട് ഞങ്ങളുടെ നായകനായിരുന്നു VS. മലമ്പുഴയിലെ ഞങ്ങളുടെ നായകനും 21 വരെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ്, മലമ്പുഴയിൽ വെച്ചിട്ടാണ്. ഞങ്ങളുടെ പ്രിയങ്കരനാണ്. അദ്ദേഹത്തെ കണ്ടിട്ടേ പോകും. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, പാലക്കാട് നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട്. ഇവിടെ കാണാം. ഇവിടെ രാവിലെയും രാത്രിയുമൊക്കെ ഇവിടെ പത്രം വെച്ച് ഈ ടാർ റോഡിൽ നിലത്തിരിക്കുന്ന കുറേയധികം ആളുകളെ കണ്ടു. ജലപാനമില്ലാതിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണ്. VS-നെ അവസാനം ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് അവരുടെ
അവരുടെ ആഗ്രഹം. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഈ വഴികളിലൊക്കെ കാണുന്നത് ഇന്നലെ രാത്രിയൊക്കെ അനുജ നമ്മൾ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. കോരിച്ചൊരിയുന്ന മഴ തുള്ളിക്കൊരുകൂടമെന്ന മട്ടിൽ രാക്കാലമാകുമ്പോഴേക്കും രാത്രിയായപ്പോഴേക്കും കോരിച്ചൊരിയുന്ന മഴ, ആ കനത്ത ഇരുട്ടിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് VS-ന്റെ വിലാപയാത്ര അല്ലെങ്കിൽ VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കാത്തു നിൽക്കുന്ന എത്ര മനുഷ്യരെയാണ്. അവരുടെ ഉള്ളിലെ ആ സ്നേഹം നമ്മൾ നേർക്കുനേർ തൊട്ടറിഞ്ഞതാണ്. അത് ഈ കാലത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു നേതാവ് നൽകുന്ന വിലാപയാത്ര കാണുക എന്ന കേവല കൗതുകത്തിനപ്പുറം ഈ അവിടെ വന്നു നിന്ന ഓരോ മനുഷ്യർക്കും അവിടെ വന്നു നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും VS-നെ അവർ ഹൃദയത്തിൽ ആവാഹിച്ചവരാണ്. അവരുടെ സംസാരത്തിൽ അവരവരുടെ വീട്ടിലെ ഒരാൾ നഷ്ടമായി എന്ന മറ്റുള്ള പ്രതികരണം നമ്മൾ കണ്ടു. നമുക്കറിയാം VS ആശുപത്രിയിലായിരുന്നു. 23ാം ഹൃദയാഘാത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട VS-ന്റെ ആരോഗ്യനില മോശമാവുന്നു എന്ന് നമ്മൾ വാർത്തകളിലൂടെ പറഞ്ഞതാണ്. ഈ മനുഷ്യർക്കൊക്കെ അറിയാം എത്രത്തോളം സ്നേഹമുണ്ടെങ്കിലും ഒരു മനുഷ്യനാണ് 100 വയസ്സിന് മുകളിൽ എന്ന് പറയുന്നത് ഒരു പരമാവധി പ്രായങ്ങളിൽ ഒന്നാണ്. VS വിട പറഞ്ഞു പോകുമെന്ന കാര്യം എന്തായാലും അവർക്കറിയാവുന്നതാണ്. പക്ഷേ VS വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ വിതുമ്പുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. കാര്യം VS-ന്റെ ആ ഭൗതിക സാന്നിധ്യം ഇനിയില്ല എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന വേദന ആയിരുന്നില്ല. VS-നെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ പക്ഷേ പാർട്ടിക്കാർ മാത്രമല്ല ഉണ്ടാവുക, അതിൽ എല്ലാവരും ഉണ്ട്. അതിൽ പാർട്ടിക്കാരുണ്ട്, ഇതര പാർട്ടിക്കാരുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്, VS-നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, VS-ന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ പല പരിച്ഛേദങ്ങളിലെ 100 കണക്കിന് മനുഷ്യർ, ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു അനുജ, ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. ആ കുട്ടികളൊക്കെ VS-ന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യം നമ്മൾ കണ്ടു. തീരെ ചെറിയ കുട്ടികൾ, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ ആത്മാർത്ഥമായി കണ്ണേകരളെ അതേതെങ്കിലും മുദ്രാവാക്യം വിളിക്കുന്നതല്ല, ആത്മാർത്ഥമായി വിളിക്കുന്ന മുദ്രാവാക്യം. അങ്ങനെ VS അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പല ചരിത്രസന്ധികൾ അല്ലെങ്കിൽ പല ചരിത്രങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചിട്ടുള്ള അവസാന യാത്രയിലാണ് നാടിന്റെ സമരനായകൻ അനുജ.